ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. പാളയംതോടൻ പഴം വെച്ചല്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇത് ഏത്തയ്ക്ക ഉപയോഗിച്ചാൽ സാധാരണ ഏത്തയ്ക്ക ഇതുപോലെ കറുത്തു പോയാൽ കുട്ടികളൊന്നും കഴിക്കത്തതേ ഇല്ല. ഇത് വെച്ച് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇതിനായിട്ട് തൊലി കളഞ്ഞ് മിക്സിയിലേക്ക് അരിഞ്ഞിടാം. ഇതിലേക്ക് ശർക്കര, അത് അവരവരുടെ മധുരത്തിനനുസരിച്ച്. ഞാൻ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. വെളിയിൽ വെച്ചിരുന്നാൽ മതി, ഫ്രിഡ്ജിൽ വെക്കണ്ട. ഒരു 1-2 മാസം വരെ വെച്ചിട്ടുണ്ട്. വെള്ളമയം ഇല്ലാത്ത കുപ്പിയിൽ ഒഴിച്ച് വെച്ചതിന് ശേഷം ചൂട് നല്ലപോലെ ആറിയതിന് ശേഷമേ അത് അടച്ചു വെക്കാവുള്ളൂ. അങ്ങനെയൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ചീത്തയാവത്തേ ഇല്ല. എടുക്കുന്ന സ്പൂണും ഒക്കെ നല്ലപോലെ വെള്ളമയം ഒന്നും ഇല്ലാത്ത സ്പൂണായിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു 1/4 കപ്പ് ഞാൻ തേങ്ങാക്കൊത്തും ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. എന്നിട്ട് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ചെറുതായിട്ട് ഇങ്ങനെ അരയാനുണ്ട്, അത് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഗോതമ്പ് പൊടി എടുത്താലും മതി. 1 കപ്പ് അരിപ്പൊടിയാണ്. കുറച്ച് ഇതിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ബാക്കി നമുക്ക് തവി കൊണ്ട് ഇളക്കി ചേർക്കാം. മധുരം കുറച്ചുകൂടി വേണം. കുറച്ച് ശർക്കര കൂടി ചേർക്കാം. മധുരം നോക്കിയിട്ട് ചേർത്തോണം. കുറച്ച് മാവ് പൊടിയും കൂടി ഇട്ട് അരയ്ക്കാം. ഒത്തിരി മാവ് പൊടി ഇട്ട് അരയ്ക്കരുത്. മിക്സിയുടെ ബ്ലേഡ് കറങ്ങാൻ പാടായിരിക്കും. പിന്നെ മിക്സി കേടായി പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് മാവ് പൊടി പിന്നെ ചേർത്ത് ഇളക്കിയാലും മതി. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ബാലൻസ് ഉള്ള അരിപ്പൊടിയും ചേർത്ത് കട്ടയില്ലാതെ ഇളക്കാം. ഒരു നുള്ളു ഉപ്പ് ഇട്ട് ഇളക്കാം. ഞാൻ കല്ലുപ്പ് കലക്കിയതാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഇട്ട് നല്ലതുപോലെ ഇളക്കണം. ശർക്കര കുറച്ചും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. മധുരം നോക്കിക്കോണം, അവരവരുടെ മധുരം. ഒത്തിരി കൂടുതലായി കഴിഞ്ഞാലും കൊള്ളത്തില്ല. ഇത് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ചുടുന്നതാണ് നല്ലത്. സോഡാപ്പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, എങ്കിൽ മാത്രമേ നല്ല ഷേപ്പിനൊക്കെ കിട്ടുന്നുള്ളൂ. ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ട് എടുക്കാനാണ്. മാവ് ഇടാൻ വേണ്ടി തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. പാത്രം വെച്ച് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ അരിഞ്ഞതിട്ട് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തീ ഓഫ് ചെയ്യുക. മാവെടുത്ത് നോക്കാം. നല്ല കട്ടിയായിട്ടിരിക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചേർത്ത് ഇളക്കാം. നല്ല കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കാം. ശർക്കര ഇരുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ എടുത്തതാ. മധുരം നോക്കണം, വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. വെള്ളം ഇനിയും വേണം, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കട്ടിയിൽ വേണം ഇരിക്കാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളിട്ട് ഇളക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഉണ്ണിയപ്പ പാത്രം അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിക്കാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. നിറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറേശ്ശെ എണ്ണ ഒഴിച്ചുള്ളതേ ഉള്ളൂ. എണ്ണ ചൂടായി കഴിയുമ്പോൾ എണ്ണ ചൂടായോ എന്ന് ഒരു തുള്ളി മാവ് ഒഴിച്ച് നോക്കിയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ആവി വരുന്നത് നോക്കിയിട്ടോ. ഇതിപ്പം ചൂടായി. കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊഴിക്കണ്ട, അപ്പോൾ എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടന്ന് വേവും. ചിലപ്പോൾ അത് തനിയെ തിരിഞ്ഞ് വീഴുകയും ചെയ്യും. നിറച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അത് തനിയെ തിരിഞ്ഞ് വീഴുകയും ചെയ്യും. ഇതിപ്പം സൈഡൊക്കെ ഇളകി മൊരിയാൻ തുടങ്ങി. ഇനി ഇത് തിരിച്ചിടാം. ഇടയ്ക്ക് ഇത് വെന്തോന്ന് നമ്മളൊന്ന് നോക്കണം. ഇത് ഒന്നും കൂടെ ഒന്നാവാണ്ട് 1 മിനിറ്റും കൂടി ഇരിക്കട്ടെ. ഇപ്പം 1 മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് എടുക്കാം. കുറച്ച് എണ്ണയും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ എല്ലാം ചുട്ടെടുക്കാം. എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ. താങ്ക് യു.